പലസ്തീനെതിരെ ഇസ്രായേൽ നയിക്കുന്ന യുദ്ധം, അതിൻ്റെ യഥാർത്ഥ യുദ്ധം നയിക്കുന്ന വ്യക്തി നെതന്യാഹു ആണോ അതോ ട്രംപ് ആണോ എന്ന് സംശയം വരും. പലസ്തീനിൽ നമുക്കറിയാം, ഗസയിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ അവസ്ഥ. 65,000-ലധികം മനുഷ്യർ മരിച്ചു കഴിഞ്ഞു. 1 മണിക്കൂറിൽ ഒരു കുട്ടി എന്ന നിലയിൽ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. പട്ടിണി കിടന്നൊക്കെ കുട്ടികൾ മരിക്കുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. UN വാർഷിക യോഗം ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നു. അവിടെ ഒരു ദ്വിരാഷ്ട്രം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ചില ചർച്ചകൾ നടക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പലസ്തീനെ അംഗീകരിച്ച് രംഗത്ത് വരുന്നു. അമേരിക്ക നിലപാട് പറയും. അപ്പോൾ ട്രംപ് എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ്? ട്രംപ് അറബ് രാഷ്ട്ര നേതാക്കളെ കാണാൻ പോകുന്നു പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നത് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ട്രംപ് UN-ൽ സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഇതെങ്ങോട്ടാണ് എന്നതിന്റെ സൂചനകൾ വന്നു. അദ്ദേഹം പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഇത് ഹമാസിന് നൽകുന്ന പിന്തുണയാണ് എന്നതാണ് കുറ്റപ്പെടുത്തിയത്. പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമാണ് എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അപ്പോൾ പലസ്തീൻ എന്ന രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാട് എന്താണോ അവിടെ തന്നെയാണ് താൻ എന്നത് ട്രംപ് വ്യക്തമാക്കി. ചില രാഷ്ട്രങ്ങൾ ഏകപക്ഷീയമായി പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഗസയിൽ യുദ്ധം ഉടൻ നിർത്തണമെന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഒരു ഒത്തുതീർപ്പുണ്ടാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അതിന് ആദ്യം വേണ്ടത് ബന്ദികളെ മോചിപ്പിക്കലാണ് എന്ന് ട്രംപ് പറയുകയാണ്. അപ്പോൾ എന്താണോ ഇസ്രായേൽ പറയുന്നത് അതേ നിലപാട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചയുള്ളൂ എന്നതാണ് ഇസ്രായേൽ നിലപാട്. അതേ നിലപാട് ട്രംപ് ആവർത്തിക്കുകയാണ് UN പൊതുസഭയുടെ 80ാം വാർഷിക ചർച്ചയിൽ ചെയ്തത്. ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Now, as if to encourage continued conflict, some of this body is seeking to unilaterally recognize a Palestinian state. The rewards would be too great for Hamas terrorists for their atrocities. This would be a reward for these horrible atrocities, including October 7th, even while they refuse to release the hostages or accept a ceasefire. Instead of giving to Hamas and giving so much, because they have taken so much. This could have been solved so long ago. But instead of giving in to Hamas's ransom demands, those who want peace should be united with one message: release the hostages now. അപ്പോൾ ബന്ദികളെ മോചിപ്പിക്കണം എന്നതാണ് ഒരു സമാധാന നീക്കത്തിനുള്ള ആദ്യ പടി എന്ന് ട്രംപ് അസന്നിഗ്ധമായി ആ നിലപാട് ഇന്നലെ UN-ൽ പ്രഖ്യാപിക്കുകയാണ്. ഇന്നലെ സൗദിയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ അധ്യക്ഷതയിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ UN-മായി ബന്ധപ്പെട്ട് UN-ന്റെ വാർഷിക യോഗവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നത്. ഫ്രാൻസും UK-യും ഉൾപ്പെടെ ഓസ്ട്രേലിയയും ഉൾപ്പെടെയൊക്കെയുള്ള രാഷ്ട്രങ്ങൾ ഈ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുകയും അവിടെ സമാധാനം പുലരാൻ അടിയന്തര നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേലിന്റെ അതേ നിലപാട് UN-ൽ ട്രംപ് ആവർത്തിക്കുന്നത്. ഇത് മറ്റ് ലോകരാഷ്ട്രങ്ങളെ, ഈ പിന്തുണ അർപ്പിച്ച ലോകരാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ട്രംപ് ഈ നിലപാട് അവിടെ പ്രഖ്യാപിക്കുന്നത്. അതിൽ ഇന്ന് ശക്തമായ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ ട്രംപിന് നേർക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ട്രംപ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്നതാണ്. ഇസ്രായേലിന് എല്ലാവിധത്തിലുമുള്ള സൈനികവും അല്ലാതെയുമുള്ള പിന്തുണയും ധാർമ്മിക പിന്തുണയും ഒക്കെ നൽകിക്കൊണ്ട് അവിടെ ഇസ്രായേലിന് നരനായിട്ട് നടത്താൻ വിട്ടിട്ട് UN-ൽ വന്ന് ട്രംപ് മറ്റു രാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ സമാധാനത്തിനുള്ള നീക്കം UN-ന്റെ ഭാഗമായി നടക്കുമ്പോൾ അവിടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ സമാധാന നീക്കങ്ങളെ, ആ നടപടികളെ ഇല്ലായ്മ ചെയ്യുന്ന ട്രംപാണ് മറ്റു ലോകരാഷ്ട്രങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്നത്. താൻ 7 മാസത്തിനിടെ 7 യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപാണ് 65,000-ലധികം മനുഷ്യർ മരിച്ചു വീണ ഒരിടത്ത് സമാധാനത്തിനുള്ള നീക്കങ്ങൾക്ക് തുരങ്കം വെക്കുന്നത്. അപ്പോൾ അതിന് ശക്തമായ മറുപടിയാണ് ഇന്ന് ഇമ്മാനുവൽ മാക്രോൺ നൽകിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. Et pourquoi il peut le faire davantage que nous? Parce que nous ne livrons pas d'armes.
qui permettent de mener la guerre à Gaza. Nous ne livrons pas d'équipements qui permettent de faire la guerre à Gaza. Les États-Unis d'Amérique, oui. Le prix Nobel de la paix n'est possible que si vous arrêtez ce conflit. Et donc il faut faire pression sur le gouvernement d'Israël pour qu'il arrête, qu'il cesse le conflit à Gaza, qu'on puisse... ഇവിടെ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നീക്കം കൂടി ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അത് അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. സിറിയയിലെയും ജോർദാനിലെയും ലെബനിലെയും ഒക്കെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ തുർക്കി പ്രസിഡന്റ് ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ച ഈ അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായി ട്രംപ് നടത്തുകയും സമാധാന ശ്രമങ്ങൾക്കുള്ള ചർച്ചകൾ അവിടെ നടക്കുകയും ചെയ്തു. ദ്വിരാഷ്ട്രം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരം എന്നതാണ് ഫ്രാൻസും സൗദിയും ഒക്കെ മുൻകൈയെടുത്ത് കൊണ്ടുവരുന്ന ഒരു ധാരണ. പക്ഷേ അതൊരു തരത്തിലും അംഗീകരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. പകരം ട്രംപിൻ്റെതായ ചില തീരുമാനങ്ങളും നീക്കങ്ങളും അത് ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ കൂടി അറിവോടുകൂടിയുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അത് ബന്ധികളെ മോചിപ്പിക്കുക എന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതിനുശേഷം പലസ്തീൻ്റെ നിയന്ത്രണം എന്നത് ഒരു പ്രത്യേക സമിതിക്ക് നൽകുക, അത് ഹമാസിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുക മാത്രവുമല്ല, ഈ മുസ്ലിം രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ചർച്ചയിൽ അവരുടെ സൈന്യത്തെ പലസ്തീനിലേക്ക് കൊണ്ടുവന്ന് അവിടെ റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികളിലും സമാധാനം കൈവരിക്കുന്നതിനുള്ള പ്രവൃത്തികളിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ട്രംപിനുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നത്. എന്തായാലും നെതന്യാഹുവിന് സ്വീകാര്യമാകുന്ന നയങ്ങളും കാര്യങ്ങളും സമാധാന നീക്കങ്ങളും അല്ലെങ്കിൽ ഒരു ധാരണയുമായിരിക്കും അവിടെ ട്രംപ് അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ട്രംപ് കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്താണ് അവിടെ നടന്നതെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ രൂപം വരുന്നില്ല. വിദേശ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. പലസ്തീൻ അതോറിറ്റിയുടെ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് അതിന് സമാനമായ മറ്റൊരു സംവിധാനം രൂപീകരിച്ച് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി പലസ്തീന്റെ നിയന്ത്രണം അവർക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് നീക്കം നടക്കുന്നു എന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തുർക്കി പ്രസിഡന്റ് റസിപ് തയ്യിപ് എർദോഗാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതൊരു ഫ്രൂട്ട്ഫുൾ ടോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. എന്തായാലും അതൊരു ശുഭസൂചനയാണ്. ആ ഇടപെടൽ അവിടെ നടക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിലേക്ക് നയിക്കുമോ എന്നുള്ള സൂചനകൾ നൽകുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസമായിട്ടുള്ളത്. പക്ഷേ ഇന്നലെ UN-ൽ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ ഒരു തരത്തിലും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുമെന്ന വിദൂര സാധ്യത പോലും ഉള്ളതായിരുന്നില്ല. പക്ഷേ ഇന്നലെ അറബ് രാഷ്ട്ര നേതാക്കളുമായി സംസാരിച്ച ചർച്ചയിൽ ട്രംപ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിൽ പ്രതീക്ഷയുണ്ട് എന്ന് അതിൽ പങ്കെടുത്ത രാഷ്ട്ര തലവന്മാർ പറയുന്നു. ഇന്തോനേഷ്യയുടെയൊക്കെ പ്രതിനിധികൾ അത് സാധ്യതയുള്ളതാണ് അത്തരം ശ്രമങ്ങൾ എന്ന് അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അറിവാകും.